അബ്രോഡ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പറ്റിയ ഒരു രാജ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന്റെ മുന്നേ, ഒരു രാജ്യം നമ്മൾ ചൂസ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എന്താ വെച്ചാൽ ഫോറിൻ ഡിഗ്രിയുടെ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അബ്രോഡ് ശരിക്കും 4 ടയറിലുള്ള ബഡ്ജറ്റുള്ള രാജ്യങ്ങളുണ്ട്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. അതായത് ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവിടെ ഏകദേശം 25 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഈ രാജ്യങ്ങളിലുള്ള ബഡ്ജറ്റ്. സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ, മോൾഡോവ, ഈജിപ്ത്, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങളിൽ ഏകദേശം 45 മുതൽ 60 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഉണ്ടാവുക. തേർഡ് ടയർ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ രാജ്യങ്ങളാണ്. അതായത് ബൾഗേരിയ, റൊമാനിയ, പോളണ്ട്, ഹംഗറി ഇതുപോലുള്ള രാജ്യങ്ങൾ. ഇവിടെ പഠിക്കണമെങ്കിൽ ഏകദേശം 70 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ആയിരിക്കും ടോട്ടൽ എക്സ്പെൻസ് ഉണ്ടാവും. ഫോർത്ത് ടയർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള UK, US, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2 കോടി മുതൽ 3 കോടി വരെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് MBBS പഠിച്ചിറങ്ങാനുണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടയറുകൾ വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, ഫോർത്ത് ടയർ വെച്ചിട്ട് നിങ്ങൾ ഏത് ടയർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളി അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിൽ വന്നതിന് ശേഷം ഒരു വർഷം നിങ്ങൾക്ക് കംഫർട്ടബിളി എത്രയാണ് ട്യൂഷൻ ഫീസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഒരു വർഷം കംഫർട്ടബിളി എത്രയാണ് നിങ്ങൾക്ക് ലിവിംഗ് എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. നിങ്ങൾക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളതാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു AI സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ AI സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളതിലേക്ക് വരാം. പല കുട്ടികളും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് പോകണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വീട്ടിന്റെ ഏറ്റവും അടുത്തുള്ള കൺസൾട്ടൻസി ഏതാണെന്ന് അവിടെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അബ്രോഡ് പോകണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു രാജ്യം, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും. അതിനെ കുറിച്ച് പറഞ്ഞു തരും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ യൂണിവേഴ്സിറ്റി അങ്ങ് എടുക്കും, അങ്ങോട്ടേക്ക് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഏതെങ്കിലും, അതായത് നമ്മുടെ നീറ്റ് സെന്ററിലോ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാവും അബ്രോഡ്, അവരോട് ചോദിക്കും നിങ്ങൾ ഏത് കൺസൾട്ടൻസി ത്രൂ ആ പോയത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോയത് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവരെന്നെ അഡ്മിഷൻ ചെയ്ത് തരാന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു കൺസൾട്ടൻസിയിൽ കണക്ട് ചെയ്യും, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി എടുത്ത് ഈ യൂണിവേഴ്സിറ്റി എനിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ എനിക്ക് സ്യൂട്ടാണോ എന്നുള്ള രീതിയിൽ നോക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്നോട് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ ഒരു കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒറ്റ വാക്കിൽ ഇന്ന രാജ്യം, ഇന്ന യൂണിവേഴ്സിറ്റി എനിക്ക് സൂപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ കുട്ടിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഒരു യൂണിവേഴ്സിറ്റി, ഒരു കൺട്രി എന്നുള്ളത് വളരെ സബ്ജക്റ്റീവാണ്. ഓരോ കുട്ടികൾക്കനുസരിച്ചും ഇൻഡിവിജ്വലി കേസ് ബൈ കേസ് ചെയ്ത് മാറും. അതായത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച്, നിങ്ങളുടെ കാര്യങ്ങൾക്കനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഏത് രാജ്യത്ത് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം, അതായത് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാണ്. അത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ കൺട്രി NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് UK പോയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ആ കൺട്രി GMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല, നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട് കൺട്രി ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് എവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹം, ഇല്ലെങ്കിൽ ഇന്ന രാജ്യങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. പിന്നെ രണ്ടാമതായിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത്. അതായത് ഒരു രാജ്യം എത്രമാത്രം ഡെവലപ്ഡ് ആണ് എന്ന് നോക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ നമ്പർ ആണ് ഈ HDI എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ HDI കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ HDI എന്ന് പറയുന്നത് 0.685 ആണ്. അതേസമയത്ത് കേരളത്തിന്റെ HDI 0.805 ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള നോർമലി ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും HDI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ കൺട്രി അനലൈസർ എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും HDI കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ മൂന്നാമത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഏത് ലൈഫ് സ്റ്റൈലിലാണ് വളർന്നു വന്നത് എന്നുള്ളത്. ഇപ്പൊ ജോർജിയ, ബൾഗേരിയ പോലുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ്ലി യൂറോപ്യൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് രാത്രിയൊക്കെ ഫുൾ ആക്റ്റീവ്, 4 മണി 5 മണി വരെയൊക്കെ ഫുൾ ആക്റ്റീവ് ആണ്. ഭൂരിഭാഗം കുട്ടികളും അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള കൾച്ചറാണ്. അതേസമയത്ത്
സമയത്ത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികളും ഹോസ്റ്റലിലാണ്. ഏകദേശം 8 മണി 9 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ആ കൺട്രിയിലുള്ള കടകളും കാര്യങ്ങളും എല്ലാം ഏകദേശം 8-9 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുന്ന രീതിയിലുള്ള ഏകദേശം ഒരു ഇന്ത്യയുടെ ഇല്ലെങ്കിൽ കേരളത്തിന്റെ രീതിയിലുള്ള ഒരു കൾച്ചർ. അപ്പൊ നമ്മൾ ഏത് തരം കൾച്ചറിലാണ് വളർന്നു വന്നത് എന്നുള്ളത് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി പഠിച്ച് വളർന്ന കുട്ടികൾ പെട്ടെന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. ഇനി നാലാമത്തെ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ആണ്. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് റേഞ്ച് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ടയർ ഉണ്ടെന്നുള്ള. അതിൽ ഏത് ടയർ ആണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ലോൺ ഒന്നും എടുക്കാതെ പേരൻസിന് തന്നെ ഫണ്ട് ചെയ്തിട്ട് ഏത് ബഡ്ജറ്റ് റേഞ്ച് ആണ് നിങ്ങൾക്ക് പറ്റുക അത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അഞ്ചാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമുക്കുണ്ടോ, അതായത് വല്ലാതെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാതെ ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം നമുക്ക് ഉണ്ടാവുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ആ രാജ്യത്ത് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇപ്പൊ അബ്രോഡ് പോകുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ നമുക്ക് തെർമൽ ജാക്കറ്റ് ബൂട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് ഇട്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് തണുപ്പിന്റെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അവിടുത്തെ ബസ്സുകളും അപ്പാർട്ട്മെന്റും ക്ലാസ് റൂമും എല്ലാം ഹീറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇനി ആറാമത്തത് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വളരെ കണക്ട് ആയിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഭയങ്കര മാറ്റർ ആണ്. അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ കുട്ടികൾ ഭൂരിഭാഗവും അഡ്മിഷൻ എടുക്കാറുള്ളത് ജോർജിയ, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിലുള്ള പേരൻസിന് വിസ ഓൺ അറൈവൽ ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പേരൻസിന് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഈ രാജ്യങ്ങളിലേക്ക് വന്ന് കുട്ടികളെ കണ്ടു പോകാൻ പറ്റാറുണ്ട്. ഏഴാമതൊരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ സേഫ്റ്റി എന്നുള്ളത്. ഇന്ന് അബ്രോഡ് കുട്ടികൾ പോകുന്ന ഭൂരിഭാഗം രാജ്യങ്ങളും വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഒരു 2 വർഷം 3 വർഷം മുന്നേ ഒരുപാട് കുട്ടികൾ ഇറാനിലേക്ക് MBBS പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇറാനിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ത്രെട്ട് ഉള്ള രാജ്യമാണ്. ഒരിക്കലും നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞാണ്. എന്നിട്ടും കുറെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം. അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ ബോർഡറിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. റഷ്യ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്. എന്നാൽ ആ ഉക്രൈൻ ബോർഡറിലുള്ള യൂണിവേഴ്സിറ്റികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. എട്ടാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷൻ സ്റ്റൈൽ എന്താണ്, എക്സാമിനേഷൻ സ്റ്റൈൽ എന്താണ്, ഇയർ ബാക്കിന്റെ സിസ്റ്റം എന്താണ്, എക്സ്പെല്ലിംഗിന്റെ സിസ്റ്റം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ റഷ്യയിലൊക്കെ പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഒന്നിച്ച് എക്സ്പെൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഒക്കെ എത്തുന്ന സമയത്തേക്ക് നിങ്ങൾ എക്സ്പെൽ ആവുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ അവിടെ സ്റ്റോപ്പ് ആയി പോകും. ഇപ്പൊ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എക്സാമിനേഷൻ പാസ് ആവാൻ വളരെ പ്രയാസമാണ്. ഇയർ ബാക്ക് ആവുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഇങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ച് അവരുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ റെഗുലേഷൻസിനനുസരിച്ച് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി 9ാമത്തെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 2021 നവംബർ 18 ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ ഗസറ്റിൽ കുറെ റെഗുലേഷൻസ്, കുറെ ഗൈഡ് ലൈൻസുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗൈഡ് ലൈൻസുകൾ കൃത്യമായി പാലിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാലേ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പറയുന്നുണ്ട്. അതിന്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി 10ാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പോകുന്ന രാജ്യത്തിന് ലൈസൻസിങ് എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. അതായത് ഇപ്പൊ റഷ്യ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ റഷ്യൻ ലാംഗ്വേജ് ലൈസൻസിങ് എക്സാം എഴുതിയാലേ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റഷ്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഈജിപ്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലുള്ള ലൈസൻസിങ് എക്സാം ഉണ്ട്. ലൈസൻസിങ് എക്സാം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 10ഓളം പോയിന്റുകൾ പറഞ്ഞു, ഇത് ഓരോ രാജ്യവും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എങ്ങനെ മനസ്സിലാവും? അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഓരോ രാജ്യത്തിനെ എടുത്ത് പറയുന്ന സമയത്ത് അതിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അതല്ല, ഓരോ രാജ്യത്തിനെ കുറിച്ചിട്ടും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ കൗൺസിലേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഈ 10 കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് NMC ഗൈഡ് ലൈൻസ്, അതായത് ഇന്ത്യയിലേക്ക് നമ്മൾ അബ്രോഡ് പഠിച്ച് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ
നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ FMGL റെഗുലേഷൻ 2021 ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ കോഴ്സ് മിനിമം 54 മാസം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതായത് 4.5 വർഷത്തെ കോഴ്സ് ആയിരിക്കണം നമ്മൾ അബ്രോഡ് പഠിക്കേണ്ടത്. ഇതിന് കാരണം ഇന്ത്യയിൽ 4.5 വർഷമാണല്ലോ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ, അതേ ഡ്യൂറേഷൻ തന്നെ നമ്മൾ അബ്രോഡ് പഠിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ 4.5 വർഷത്ത് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ 12 മാസമാണല്ലോ ഔസർജൻസി, അതേപോലെ അബ്രോഡും നമ്മൾ 12 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ എൻറ്റയർ കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. അതായത് നമ്മുടെ 4 വർഷത്തെ കോഴ്സ് ആണെങ്കിലും ശരി, 5 വർഷത്തെ കോഴ്സ് ആണെങ്കിലും ശരി, കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം റഷ്യയിലും ചൈനയിലൊക്കെയുള്ള പല യൂണിവേഴ്സിറ്റികൾ ചൈനീസിൽ അല്ലെങ്കിൽ റഷ്യനിലുള്ള കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗത്ത് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഒരു രാജ്യത്ത് പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ നമുക്ക് കിട്ടണം. അതായത് ഒരു രാജ്യത്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ അബ്രോഡ് പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ FMG എന്ന് പറഞ്ഞ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഏത് എക്സാം ആണോ ഉള്ളത് ആ എക്സാം നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആറാമത്തെ കാര്യം, ആ എക്സാം കഴിഞ്ഞതിന് ശേഷം 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ ഇന്ത്യയിലും ചെയ്യണം. അതായത് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഔസർജൻസി ഇല്ലേ, അത് നമ്മൾ അബ്രോഡ് പഠിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളും ചെയ്യണം. ഏഴാമത്തെ കാര്യം, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അതായത് www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. എട്ടാമത്തെ കാര്യം, നമ്മൾ നീറ്റ് കമ്പൽസറി ക്വാളിഫൈ ആയിരിക്കണം. അതായത് നീറ്റ് ക്വാളിഫൈ ആയിട്ട് നമ്മുടെ മിനിമം നീറ്റിന്റെ മാർക്ക് കിട്ടിയിട്ട് മാത്രമേ അബ്രോഡ് നമ്മൾ MBBS എടുക്കാൻ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒമ്പതാമത്തെ കാര്യം, നമ്മുടെ എൻറ്റയർ കോഴ്സും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചിരിക്കണം. അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച് സെക്കൻഡ് ഇയർ ട്രാൻസ്ഫർ എടുത്ത് അടുത്ത യൂണിവേഴ്സിറ്റി പോകാനോ അല്ലെങ്കിൽ തേർഡ് ഇയർ ട്രാൻസ്ഫർ എടുത്ത് അടുത്ത യൂണിവേഴ്സിറ്റി പോകാനോ ഒന്നും പറ്റില്ല. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ കോഴ്സും അവിടെ തന്നെ പഠിച്ചിരിക്കണം. ഇത് വളരെ ക്രിട്ടിക്കൽ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. പത്താമത്തെ കാര്യം, നമ്മൾ ജോയിനിങ് ഡേറ്റ് മുതൽ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ എൻറ്റയർ കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എൻറ്റയർ മെഡിസിൻ കോഴ്സും നമ്മൾ 10 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷത്തിനുള്ളിൽ NMCയുടെ ഒരു എക്സാം ഉണ്ടല്ലോ, FMGL എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ഉണ്ടാവുമല്ലോ, ഈ എക്സാമും കൂടെ ക്വാളിഫൈ ആവണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഇതുവരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടില്ല. എങ്കിലും ആ ഒരു NMC ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് 10 വർഷത്തിനുള്ളിൽ എൻറ്റയർ കോഴ്സും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞേക്കുന്ന 10 ഗൈഡ് ലൈൻസും നിങ്ങൾ പോവാൻ ഉദ്ദേശിച്ച കൺട്രി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെ വെരിഫൈ ചെയ്യും? കാരണം പല യൂണിവേഴ്സിറ്റികൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിനാണ് ശരിക്കും നമുക്ക് ഇന്ത്യൻ എംബസി ഉള്ളത്. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തുള്ള ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അവർ അതിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു നോക്കിയാൽ മതി. അതായത് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് താഷ്കന്ത്, അതല്ല നിങ്ങൾ കസാഖിസ്ഥാനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാന, അതല്ലെങ്കിൽ നിങ്ങൾ ഈജിപ്തിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇന്ത്യൻ എംബസി ഓഫ് കൈറോ. ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ കാര്യങ്ങളുണ്ടാവും. അബ്രോഡ് MBBSന് കുട്ടികൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭൂരിഭാഗം രാജ്യങ്ങളിലെയും NMC ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എംബസി ക്ലിയർ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ഏതൊക്കെ എംബസികളാണ് NMC ഗൈഡ് ലൈൻസ് അതായത് രാജ്യം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിയുടെ കൺട്രി അനലൈസർ പേജിലേക്ക് പോകും. അവിടെ പോയിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് NMC ഗൈഡ് ലൈൻസിന് എംബസി എന്തെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടോ എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും പറ്റും. ഈ എംബസികളുടെ റിപ്ലൈ നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പോകുന്നതിന്റെ മുന്നേ വായിക്കൽ നിർബന്ധമാണ്. കാരണം പല രാജ്യങ്ങളുടെയും എംബസികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ FMGL റെഗുലേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രാജ്യത്തും യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതുപോലെ നിങ്ങൾ US പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ECFMGയുടെ സ്പോൺസർ നോട്ട് ഉണ്ടായിരിക്കണം. അതായത് ECFMGയുടെ സ്പോൺസർ നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രി ചൂസ് ചെയ്ത് അതിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ സ്പോൺസർ നോട്ട് എന്ന് കാണാൻ പറ്റും. ഈ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ടോ എന്നുള്ളത് നോക്കുക. ECFMG ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ US പോയിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ യൂഎസിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് കൂടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ യുഎസിൽ പോകുന്ന കുട്ടികൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് WFME അക്രഡിറ്റേഷൻ. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് WFMEയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് WFMEയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തേക്ക് പോകുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച രാജ്യം ആ രാജ്യത്തിന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.